ഇന്നത്തെ ഗസ്റ്റ് തനിമയാർന്ന സംഗീതം കൊണ്ടും ആലാപന ശൈലിയും ഭംഗി കൊണ്ടും മലയാളം കടന്ന് തമിഴകവും കീഴടക്കിയ പ്രതിഭാശാലിയായ ഒരു സംഗീത കലാകാരനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സ്വന്തം അൽഫോൺസ് ജോസഫ്. ഒരു വാക്കുകൂടി പറഞ്ഞാൽ ശുദ്ധമായ സംഗീതം പോലെ അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ മനസ്സാണ്. എപ്പം നോക്കിയാലും ഒരു പുഞ്ചിരി, അത് മതി. സ്നേഹപൂർവ്വം ഏറെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അൽഫോൺസ് ജോസഫ്. ഞാൻ പറഞ്ഞില്ലേ പുഞ്ചിരി, അത് എപ്പം നോക്കിയാലും ഇങ്ങനെ തന്നെ. ഞാൻ കണ്ട നാൾ മുതൽ ഇന്നാൾ വരെ, ഈ ദിവസം വരെ ഇങ്ങനെ തന്നെ. ഇനി അങ്ങോട്ടും ഇങ്ങനെ ആയിരിക്കട്ടെ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തുകൊണ്ട്? നല്ല വിശേഷം. പുതിയ വർക്കുകളൊക്കെ? പുതിയത് ഇപ്പോൾ ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രൊജക്ട് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നു. അൽഫോൺസ് ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം അസലായിട്ട് പാടും. അദ്ദേഹത്തിന്റെ റേഞ്ചിൽ പാടണം എന്നുണ്ടെങ്കിൽ ഇത്തിരി പ്രശ്നമാണ്. നല്ല, കാരണം വോയിസിന്റെ ലോ ആയാലും ഹൈ ആയാലും നല്ല റേഞ്ചുള്ള ഒരു ഗായകൻ കൂടിയാണ്. ഒരു ചില സമയത്ത് ചില സ്ട്രഗിൾ വരാറുണ്ട്. കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പാട്ടുകാരെ കൊണ്ട് പാടിക്കാൻ നേരത്ത് പിച്ച് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അപ്പൊ അത് കറക്റ്റായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, അത് സ്വാഭാവികമാണ്. കാരണം ഒരു പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ മൂഡിൽ കമ്പോസ് ചെയ്യും. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇറ്റ് കംസ്. കാരണം ഇതിപ്പോ നമുക്ക് ഒരാൾ കൊണ്ട് തന്നെ ഈ സംഗീതം ഇരിക്കട്ടെ, ഇതിങ്ങനെ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ഒത്തിരി സന്തോഷം ഇവിടെ വേദിയിൽ വരാൻ സാധിച്ചതിൽ. കാരണം ഞാൻ യാദൃശ്യമായിട്ടാണ് കാണാനിടയത്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പ്രത്യേകിച്ച് ആലീസ് ചേച്ചിയുടെ ആ എപ്പിസോഡ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ആലീസ് അത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, ആലീസ് അത് ഇങ്ങനെ മന്ത്രം ചൊല്ലുമോ. ചൊല്ലിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് എല്ലാവരും വെരി വൈറലായിട്ട് വന്നതിൽ ഏറെ സന്തോഷം. വിളിച്ചതിനും സന്തോഷം. സോ ടേക്ക് യുവർ സീറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ ഗാനങ്ങൾ ആലപിക്കാൻ എത്തുന്നത് ശ്രീ ജയരാജ്. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജയരാജ്. ജയരാജ്, എന്തൊക്കെയുണ്ട്? സുഖം. എന്തൊക്കെയുണ്ട് ഇതിന് ശേഷമുള്ള വിശേഷങ്ങൾ, ഈ പ്രോഗ്രാം വന്നതിന് ശേഷം? തീർച്ചയായിട്ടും നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. ഒത്തിരി പേര് നമ്മളെ വിളിച്ചു, നല്ല കമന്റ്സ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ വിളിക്കാതിരുന്ന ആൾക്കാർ വിളിച്ചു. അതൊരു നല്ലൊരു വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടംപോലെ എന്തുകൊണ്ടും പാടാം നേടാം എന്ന ഈ പ്രോഗ്രാം നമ്മുടെ 24 പേർക്കും ഗുണങ്ങളെ ചെയ്തിട്ടുണ്ട്. അതിന് അമൃത ടിവിയോട് തീർച്ചയായിട്ടും ഒത്തിരി നന്ദിയും സ്നേഹമുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗാനം ഏതാണ്? നമ്മുടെ പ്രേക്ഷകർ ആദ്യ ഗാനം ഒരു മെലഡി ഗാനം പാടാം. ചന്ദനലേപ സുഗന്ധം. ആഹാ, മനോഹരമായിട്ടുള്ള സോങ്. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ.
ചെങ്കദളി മലർച്ചുണ്ടിലിന്നാർക്കു നീ കുങ്കുമരാഗം കരുതി വച്ചു. തൊഴുതു മടങ്ങുമ്പോൾ കൂവളപ്പൂമിഴി മറ്റേതു ദേവനെ തേടി വന്നു. മാറണിക്കച്ച കവർന്നോ കാറ്റു നിന്നങ്ക പരാഗം നുകർന്നോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മല്ലീസായകൻ തന്നയച്ചോ നിന്റെ അങ്കോ പാംഗവിഭൂഷണങ്ങൾ. പൂക്കിലഞ്ഞൊറിവച്ചൂടുത്തു നിൻ യൗവനം പുത്തരിയംഗം കുറിക്കയായോ. പൊന്നരഞ്ഞാണം ഉലഞ്ഞു മുത്തടർന്നീ നഖ കാന്തി കവർന്നു. പൊന്നരഞ്ഞാണം ഉലഞ്ഞോ മുത്തടർന്നീ നഖ കാന്തി കവർന്നു. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. താങ്ക് യു, താങ്ക് യു. അടിപൊളി അടിപൊളി. ജയരാജനൊക്കെ ഇഷ്ടംപോലെ പടങ്ങൾ കിട്ടുന്നുണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു ആളെ പറ്റി പാടെ പൊളിച്ചു. ടോട്ടലി പാട്ടങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു മെച്ചുവേർഡ് ഒരു നമുക്ക് ദാസേട്ടന്റെ വോയിസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഇതൊരു വളരെ ഡിഫറെന്റ് ആയിട്ട് എന്നാൽ അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിപൊളി. എനിക്ക് കുറേ ഓർമ്മകൾ ഇങ്ങനെ എന്താ പറയാ കുറേ നാൾക്ക് ശേഷം ഈ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് കൊണ്ടുവന്നതിന് ആദ്യം തന്നെ. പിന്നെ നന്നായിട്ട് പാടി, മനോഹരമായിട്ട് പാടി. ആ ഒരു ഇടയ്ക്കുള്ള ആ എടുപ്പുകളെല്ലാം തന്നെ ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു, എക്സ്പ്രഷൻ, ഡൈനമിക്സ് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി. പറയാൻ വേറെ ഒന്നും എനിക്ക് പറയാനായിട്ട് കിട്ടില്ല. അസാധ്യമായിരുന്നു. എനിക്ക് പാട്ട് കേട്ടപ്പോൾ പലതും ഓർമ്മ വന്നു. നമ്മുടെ എല്ലാം സ്വന്തം IAS ജയകുമാർ, അദ്ദേഹം ജയകുമാർ സാറാണിത് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ്. അതുപോലെ ബോംബെ രവി സാർ. ലളിതമാണെങ്കിലും പാട്ട് കേൾക്കാൻ ഇമ്പമുണ്ട്. ഇതിൻ്റെ എല്ലാം ഉപരി എനിക്ക് ഓർമ്മ വന്ന സ്ട്രോങ് പേഴ്സൺ, ഒരു മാൻലി ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കാണ് ഞാൻ സിനിമയിൽ കണ്ടിരിക്കുന്നത്. ദാറ്റ്സ് മമ്മൂക്ക, നമ്മുടെ സ്വന്തം മമ്മൂക്ക. അപ്പോൾ ഇതോടുകൂടി ജയരാജിൻ്റെ അംഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വന്ന വഴികളെല്ലാം ഓർക്കുക. നിങ്ങൾക്കൊരു നല്ല പ്ലാറ്റ്ഫോം തന്ന അമൃത TVയെ സ്മരിക്കുക. പാട്ട് തന്നെ സംഗീതമേ ജീവിതമാക്കി മുമ്പോട്ട് പോവുക.